സർ ഒരു മിനിറ്റ്. എന്തല്ല സാറല്ലേ കാസ്റ്റിംഗ് കോൾ കണ്ടിട്ട് വിളിച്ചിട്ട് വന്നല്ലേ? അതെ സർ. നിങ്ങള് മുന്നേ ഏത് പടത്തിൽ അഭിനയിച്ചത്? സാർ ഞാൻ 2-3 പടത്തിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേതാ ക്യാരക്ടർ? സർ ഒന്ന് കുഞ്ചാക്കോവന്റെ കൂടെയായിരുന്നു. അതേതാണ് സർ? അത് കുഞ്ചാക്കോവൻ ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ പുറകിൽ ഞാനായിരുന്നു സാർ. അത് ശരി. ഓക്കെ ഓക്കെ. വേറെ ഏതാ പടം? വേറെ ടൊവിനോ തോമസിന്റെ കൂടെ ഉണ്ടായിരുന്നു സാർ. അതിൽ നിങ്ങൾ മുന്നിലാണോ അല്ലെങ്കിൽ ബാക്കിലാണോ? സാർ ടൊവിനോ തോമസ് എന്റെ മുമ്പിലായിരുന്നു. പക്ഷെ നല്ല നല്ല സീനാ സാർ. എല്ലാ കാതറെ നമുക്കിങ്ങനെ ബാക്കിലും മുന്നിലും ഒക്കെ ആയിട്ട് നിന്നാ മതിയാ? നമുക്കൊരു ശക്തമായ ഒരു ജനങ്ങളെ ശ്രദ്ധിക്കുന്ന രീതിയിൽ ഒരു ക്യാരക്ടർ ചെയ്യണ്ടേ ജീവിതത്തിൽ? അതുകൊണ്ടായിരുന്നു ഞാൻ കാറിന്റെ കാസ്റ്റിംഗ് കോൾ കണ്ടപ്പോൾ ഞാൻ ഒരു ചാൻസിന് ചോദിച്ചത്. നമുക്കൊരു ശക്തമായ ഒരു കഥാപാത്രം, ജനങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യണ്ടേ കാതറെ? ഉറപ്പായിട്ടും സാർ, ഒരുപാട് ആഗ്രഹമുണ്ട്. എന്റെ അടുത്ത പടത്തിൽ നായകന്റെ കൂടെയുള്ള ഒരു ശക്തമായ ഒരു കഥാപാത്രം ഞാൻ കാതറിനോട് മാറ്റി. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, അതിന്റെ ഈ തടിയൊന്നും ആ പടത്തിന് ശരിയാവില്ല. സാർ മെലിയാണോ? ആ മെലിയേണ്ട വരും. ഓക്കെ സാർ, മെലിയാനല്ല മരിക്കാൻ വരെ റെഡിയാ. മരിക്കാനാ? എടാ അപ്പൊ പടത്തിലാരാ അഭിനയിക്കുക? സാർ അങ്ങനെയല്ല, ഞാൻ അങ്ങനെയാണെങ്കിൽ നീ ഒരു അവിടെ വെയിറ്റ് ചെയ്യും, ഞാനൊന്ന് മൂപ്പരെ വിളിച്ചിട്ട് കാര്യം. ഓക്കെ. എടാ മനോജ്, എടാ കുഞ്ചാക്കോവന്റെ മുന്നിലും ബാക്കിലും ഒക്കെ നിന്നിട്ട് അഭിനയിച്ച കുറേ എണ്ണം ഉണ്ട് വന്നിട്ട് ഇടും. എന്താ ചെയ്യുന്നത്? എടാ ഇങ്ങനെ പോയ കാര്യം നടക്കൂലേ? നീ പറഞ്ഞിട്ട് ഞാനിനി ഇറങ്ങി തിരിച്ചത്. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണോ, ഇല്ലെങ്കിൽ ഇത് ഉരുട്ടിക്കൊണ്ടവലുണ്ടാവുക. ഞാനൊന്ന് വിളിക്കട്ടെ? എല്ലാടെ സത്യം പറഞ്ഞിട്ട് കാര്യം, നമുക്ക് പടം തുടങ്ങണ്ടേ അടുത്ത മാസമോ? ശരി. എടാ കാതറേ വാ. കാതറേ, എന്റെ കാര്യത്തിലൊരു തീരുമാനം. പെട്ടെന്ന് എന്റെ തീരുമാനം എനിക്ക് സന്തോഷമില്ല. വേറെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാല് നമ്മളെ പടത്തിന് പ്രൊഡ്യൂസറൊന്നും ഇപ്പൊ ആയിട്ടില്ല. കാതറും കൂടി ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാല് കാതറിന്റെ ബന്ധത്തിലോ അല്ലെ കുടുംബത്തിലോ സുഹൃത്തുക്കളായിട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഈ പടം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. എന്താ കാതറിന്റെ അഭിപ്രായം? സാറേ, ഞാൻ പെട്ടെന്ന് കേട്ടപ്പോ മനസ്സിലാരും വരുന്നില്ല. ഷോക്കായി പോയി? ഷോക്കല്ല, ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഇങ്ങനെ. എന്നാലും ഞാൻ നോക്കാം, എന്റെ കെയർ ഓഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആലോചിച്ചിട്ട് ഒരു തീരുമാനം അറിയിച്ചാൽ മതി. ഓക്കെ, ഞാൻ എന്തായാലും പറയാം സാർ. ഓക്കെ, പിന്നെ കാണാം. വിളിക്കാം. സാർ ഒന്ന് ചോദിച്ചോ സാർ. സാർ ഇതിന് മുമ്പുള്ള ഏതെങ്കിലും പടം? ഞാനൊരു ബമ്പർ പടം ചെയ്തിട്ടുണ്ട്. പടത്തിന്റെ പേര് വെട്ടം കാണാത്ത വെളിച്ചം. കേട്ടിട്ടില്ലേ? വെട്ടം കാണാത്ത വിളിച്ചോ? അത് പുറത്തിറങ്ങിയിട്ടില്ല, അത് കേൾക്കാൻ വഴിയില്ല. ചെറിയൊരു പ്രശ്നമുണ്ട്. ഇടക്കാലത്ത് അതിന്റെ പ്രൊഡ്യൂസർ ഇട്ടേച്ച് പോയിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല. ഓക്കെ, കാതറെല്ലാം ആലോചിച്ചിട്ട് പോരെ. ഞാൻ നോക്കാം. വിളിക്കണേ? വെറുതെ അല്ല, വെളിച്ചം കാണാത്ത വെട്ടം കാണാത്ത വെളിച്ചവും പ്രൊഡ്യൂസറും ഇല്ല.